സഹനത്തിന്റെ സന്ദേശവും വിപ്ലവത്തിന്റെ തക്ബീർ ധ്വനികളും ത്യാഗത്തിന്റെ ഓർമ്മകളുമായി വീണ്ടും ഒരു ബലിപെരുന്നാൾ കൂടി നമ്മിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ പെരുന്നാൾ സന്തോഷങ്ങൾ റബ്ബ് നമ്മിൽ നിന്നത് സ്വീകരിക്കുമാറാവട്ടെ. ആഘോഷങ്ങൾ ആഘോഷങ്ങളല്ലാതാവുകയും ആഘോഷങ്ങളല്ലാത്തതൊക്കെയും ആഘോഷങ്ങളാക്കി മാറ്റുകയും ചെയ്യുന്ന, ആഘോഷങ്ങൾക്ക് പുതിയ നിർവചനങ്ങളും കാഴ്ചപ്പാടുകളും നിറങ്ങളും നിശ്ചയിച്ചു കൊടുക്കുന്ന സവിശേഷമായ ഒരു ലോക സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഒരു മഹാനായ വ്യക്തിത്വത്തെ ഓർത്തുകൊണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടും പടച്ച തമ്പുരാൻ നമുക്ക് അനുവദിച്ച ഈ സന്തോഷ ആഘോഷ സുദിനത്തിൽ ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമ്മൾ ഇന്നലെ മുതൽ ഈ നിമിഷം വരെയും മഹത്തായ തക്ബീർ ധ്വനികൾ മുഴക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ രാവിലെ നമ്മൾ പള്ളിയിലേക്ക് വരുമ്പോഴും തക്ബീർ ചൊല്ലിക്കൊണ്ടാണ് വന്നിട്ടുണ്ടാവുക. അങ്ങനെയാണ് വേണ്ടത്. ഇനി ഈ ബലിമൃഗത്തെ നമ്മൾ അറുക്കുമ്പോഴും അതിനെ കാണുമ്പോഴും ഒക്കെയും തക്ബീർ ചൊല്ലിക്കൊണ്ടിരിക്കണം എന്നതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അത് കഴിഞ്ഞ് വീണ്ടും ദുൽഹിജ്ജ 13 അസ്ർ നമസ്കാരം വരെയും പ്രത്യേകമായി നമ്മൾ തക്ബീർ ചൊല്ലിക്കൊണ്ടേയിരിക്കും. അത് കഴിഞ്ഞാലും പെരുന്നാൾ കഴിഞ്ഞാലും വീണ്ടും നമ്മൾ നമസ്കാരത്തിലെ ഓരോ അനക്കത്തിലും അല്ലാഹു അക്ബർ എന്നുള്ള തക്ബീറുകൾ മുഴക്കിക്കൊണ്ടേയിരിക്കാൻ പോവുകയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ. എല്ലാ സ്തുതികളും ആ പടച്ച റബ്ബിനാണ്. ഈ ഒരു വചനത്തിന്റെ പശ്ചാത്തലം അറിയാത്തവരല്ല നമ്മൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ ബലിപെരുന്നാളിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഒരു വലിയ വിജയ പ്രഖ്യാപനത്തിൻ്റെതാണ്. നമുക്കറിയാമല്ലോ, 2 സന്തോഷങ്ങൾ ഒന്നിച്ചു വന്ന ഒരു സന്ദർഭത്തിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇത്തരം ഒരു വർത്തമാനം അവിടെ പറയുന്നത്. ഏത്? അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന്. എപ്പോഴാണത്? ഫലമ്മ അസ്ലമ വതല്ലഹു ലിൽ ജബീൻ വനാദൈനാഹു അൻ യാ ഇബ്രാഹിം ഖദ് സദ്ദഖത റുഅയ ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ. അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം തന്റെ മകന്റെ കഴുത്തിൽ കത്തിവെക്കാൻ കൊണ്ടുപോകുന്ന സാഹചര്യം നമുക്കറിയാം. അങ്ങനെ മകനെ അറുക്കാൻ വേണ്ടി കൊണ്ടുപോയി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകന്റെ കഴുത്തിൽ കത്തിവെക്കാൻ നിൽക്കുന്ന അവസാന സാഹചര്യത്തിൽ പടച്ച റബ്ബ് ഇടപെട്ടുകൊണ്ട് പറയുന്ന ഒരു വർത്തമാനമുണ്ട്. ഖദ് സദ്ദഖത റുഅയ, ഇബ്രാഹിം, നീ സ്വപ്നത്തെ സാക്ഷാത്കരിച്ചിരിക്കുന്നു. എന്താണോ നിന്നോട് സ്വപ്നത്തിലൂടെ ഞാൻ ആവശ്യപ്പെട്ടത് അത് നീ ഇതാ പൂർത്തീകരിക്കാൻ തയ്യാറായിരിക്കുന്നു. അതുകൊണ്ട് ഇനി നിന്റെ കുട്ടിയുടെ കഴുത്തിൽ കത്തിവെക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാലാഖ മുഖേന ഒരു ആടിനെ ഇറക്കി കൊടുത്തു എന്നാണ് ചരിത്രം പറയുന്നത്. ഈ സന്ദർഭത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമക്കുണ്ടായ സന്തോഷം 2 സന്തോഷങ്ങളാണ്. ഒന്ന്, തനിക്ക് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ മകനെ തിരിച്ചു കിട്ടിയല്ലോ എന്ന സന്തോഷം. രണ്ടാമത്തത്, എന്റെ പടച്ച റബ്ബിനോട് പറഞ്ഞ ആ കൽപ്പന പൂർത്തീകരിക്കാൻ ഞാൻ തയ്യാറായിരിക്കുന്നു എന്ന് റബ്ബിന് ബോധ്യപ്പെട്ടല്ലോ, അതിന് തയ്യാറായിരിക്കുന്നു എന്ന് റബ്ബിന് മനസ്സിലായല്ലോ, അതിനുള്ളൊരു സന്തോഷവും. ഈ 2 സന്തോഷങ്ങളും കൂടി വന്നപ്പോഴാണത്രേ ആ സമയത്ത് ഇബ്രാഹിം നബിയുടെ വായിൽ നിന്ന് വന്നത് അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പടച്ച റബ്ബേ, നീ തന്നെയാണ് കേട്ടോ ഏറ്റവും വലിയവൻ, നീ തന്നെയാണ് ഏറ്റവും വലിയവൻ, എല്ലാ സ്തുതികളും നിനക്ക് മാത്രമാണ് എന്ന ഈ ഒരു വർത്തമാനമുണ്ടല്ലോ, ഈ തക്ബീർ ധ്വനി ഉണ്ടല്ലോ, ഇത് വന്നത് ഇത്തരം ഒരു പശ്ചാത്തലത്തിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, യഥാർത്ഥത്തിൽ നമ്മൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന 2 പെരുന്നാളുകളുടെയും ആത്മാവെന്ന് പറയുന്നത്, ജീവൻ എന്ന് പറയുന്നത് നമ്മൾ മുഴക്കിക്കൊണ്ടിരിക്കുന്ന ഈ തക്ബീറാണ്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ വിശ്വാസികൾ അവരുടെ ഈ പെരുന്നാളിനെ സ്വീകരിക്കുന്നത് അതിന്റെ ജീവനായ, അതിന്റെ ആത്മാവായ ഈ തക്ബീറുകൾ ധാരാളം മുഴക്കിക്കൊണ്ടാണ്. ഇന്നലെ സുബ്ഹി മുതൽ നമ്മൾ ആ തക്ബീർ പ്രത്യേകിച്ച് ചൊല്ലാൻ തുടങ്ങിയതാണ്. അല്ലാഹുവാണ് എനിക്ക് ഏറ്റവും വലുത് എന്നർത്ഥം വരുന്ന ഈ തക്ബീറിനെ, ഈ ഒരു വചനത്തെ നാവ് കൊണ്ട് മാത്രമല്ല സ്വന്തം ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന, നേരിടേണ്ടി വന്ന പച്ചയായ പ്രതിസന്ധികൾക്ക് മുമ്പിൽ തളരാതെ
തെളിയിച്ച മഹാനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ചില കലിമത്തുകൾ കൊണ്ട് അല്ലാഹ് പരീക്ഷിച്ചു എന്ന് പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത് ചില കലിമത്തുകൾ കൊണ്ട്, കലിമത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ചില പരീക്ഷണങ്ങളാണ്. ചില പരീക്ഷണങ്ങൾ നൽകിക്കൊണ്ട് ഇബ്രാഹിം നബി ഞാൻ പരീക്ഷിച്ചു, ആ പരീക്ഷണങ്ങളിലൊക്കെയും അദ്ദേഹം പാസ്സാവുകയും ചെയ്തു എന്നുള്ളതാണ്. ഫാത്തമ്മഹുന്ന, അദ്ദേഹം അത് പൂർത്തീകരിച്ചു. എന്തായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് അനുഭവിക്കേണ്ടി വന്ന പരീക്ഷണങ്ങൾ എന്നൊക്കെ നമ്മൾ ഒരുപാട് തവണ കേട്ടവരും മനസ്സിലാക്കിയവരുമാണ്. സ്വന്തം മകനെ ഒഴിവാക്കേണ്ടി വന്നപ്പോൾ ഏറ്റവും ആദ്യം 19ാമത്തെ വർഷത്തിൽ തനിക്ക് ലഭിച്ചൊരു മകൻ, ആ മകനെ, ആ ചോരപ്പൈതലിനെ മരുഭൂമിയിൽ കൊണ്ടുപോയിട്ട് ഒഴിവാക്കി വരണമെന്ന് പറഞ്ഞപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ടി വന്നില്ല. അവിടെയും അദ്ദേഹം പ്രഖ്യാപിച്ചു, അല്ലാഹു അക്ബർ, എനിക്ക് പടച്ച റബ്ബേ നീ തന്നെയാണ് വലുത്. വിവാഹം കഴിഞ്ഞ് ഈ വാർദ്ധക്യത്തിന്റെ അങ്ങേ അവസ്ഥയിൽ എനിക്ക് നൽകിയ മകനേക്കാളും എനിക്ക് വലുത് നീ തന്നെയാണെന്ന് തെളിയിച്ചുകൊണ്ട് ആ മണലാരുണ്യത്തിൽ മകനെയും ഭാര്യയായും തനിച്ചാക്കി തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് സ്വന്തം ശരീരത്തെ തന്നെ തീക്കുണ്ടത്തിലേക്ക് എടുക്കേണ്ടി വന്നിട്ടുണ്ട്, തീക്കുണ്ടത്തിലേക്ക് ചാടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴും അദ്ദേഹം പ്രഖ്യാപിക്കുകയും തെളിയിക്കുകയും ചെയ്തു, എനിക്കെന്റെ ശരീരത്തെക്കാൾ, എന്നെക്കാൾ എനിക്ക് വലുത് റബ്ബേ നീ മാത്രമാണ്. അല്ലാഹു അക്ബർ. സ്വന്തം വാപ്പനെയും സ്വന്തം വീടിനെയും ഒഴിവാക്കേണ്ടി വന്നു. സ്വന്തം മകന്റെ കഴുത്തിൽ, നേരത്തെ പറഞ്ഞതുപോലെ കഴുത്തിൽ കത്തിവെക്കേണ്ടി വന്നു. അപ്പോഴൊക്കെയും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന് പറയുന്ന ആ തക്ബീർ വചനത്തെ ജീവിതത്തിലൂടെ യാഥാർത്ഥ്യവൽക്കരിച്ച, തെളിയിച്ച മഹാനായിരുന്നു നമ്മൾ മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തിനാണ് എല്ലാം അറിയുന്ന പടച്ച റബ്ബ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ഇങ്ങനെ പരീക്ഷിച്ചത് എന്ന്? എന്തിനാണ് ഇങ്ങനെ പരീക്ഷിച്ചത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മനസ്സെന്താണെന്ന് അള്ളാഹ്ക്ക് അറിയാനിട്ടാണോ? അള്ളാഹ്ക്ക് അറിയാനിട്ടല്ലല്ലോ. ജീവിതത്തിൽ ഏറ്റവും വലുത് ഇബ്രാഹിമിന് ഞാൻ തന്നെയാണോ, അതല്ല കുട്ടിയും കുടുംബവും ജീവിതത്തിലെ മറ്റു സൗകര്യങ്ങളാണോ എന്നറിയാത്തത് കൊണ്ടല്ലല്ലോ പരീക്ഷിച്ചത്. പിന്നെ എന്തിനാണെന്ന് ചോദിച്ചാൽ, ലോകാവസാനം വരെ വരുന്ന മനുഷ്യ സമൂഹത്തിന്, വിശ്വാസി സമൂഹത്തിന് നിങ്ങൾ പറയുന്ന അല്ലാഹു അക്ബർ എന്ന് പറയുന്ന വചനം, പടച്ച റബ്ബേ നീയാണ് ഏറ്റവും വലിയവൻ എന്ന അർത്ഥം വരുന്ന തക്ബീർ ഉണ്ടല്ലോ, നിങ്ങൾ മുഴക്കിക്കൊണ്ടിരിക്കുന്ന തക്ബീർ, അത് എത്ര ഗൗരവപ്പെട്ടതാണ്, അതെങ്ങനെയാണ് സ്വന്തം ജീവിതത്തിലൂടെ യാഥാർത്ഥ്യവൽക്കരിക്കേണ്ടത് എന്ന് വരും തലമുറകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമെ ഇങ്ങനെ പരീക്ഷണത്തിന് വിധേയനാക്കിയത് എന്നൊക്കെ മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. പറഞ്ഞു വരുന്നത്, നമ്മൾ മുഴക്കിക്കൊണ്ടിരിക്കുന്ന തക്ബീറുകൾ അതെങ്ങനെയാണ് ജീവിതത്തിലൂടെ പച്ചയായി യാഥാർത്ഥ്യവൽക്കരിക്കേണ്ടത് എന്ന് ഒരു കുടുംബത്തിന്റെ ജീവിതത്തെ മുമ്പിൽ വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ മനസ്സിലാക്കണം, പെരുന്നാൾ സുദിനം എന്ന് പറയുന്നത് അത് ആഘോഷിക്കാനുള്ളതാണ്. അതോടൊപ്പം തന്നെ അതൊരു ആത്മവിചാരണയ്ക്കുള്ള അവസരം കൂടിയാണ്. നമുക്ക് നമ്മളെ കുറിച്ച് ചിന്തിക്കാൻ, നമുക്ക് നമ്മളെ കുറിച്ച് ആലോചിക്കാൻ. എന്താണ് നമ്മൾ ഇപ്പോൾ ആലോചിക്കേണ്ടത്? നമ്മൾ മുഴക്കിക്കൊണ്ടിരിക്കുന്ന തക്ബീർ, നമ്മുടെ ജീവിതം, ഇത് രണ്ടും എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ചോദിക്കേണ്ടുന്ന ചോദ്യം. നമ്മൾ ഒരുപാട് തക്ബീർ ചൊല്ലുന്നവരല്ലേ? ഓരോ അനക്കത്തിലും അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് നമ്മൾ പ്രഖ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്താണ് ഈ പറയുന്നത്? പടച്ച റബ്ബേ നീ മാത്രമാണ് എനിക്ക് വലുത്, നീയാണ് ഏറ്റവും വലിയവൻ എനിക്ക് എന്റെ ജീവിതത്തിൽ എന്ന് നമ്മൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ പറയുന്ന തക്ബീറും നമ്മുടെ ജീവിതവും എവിടെ നിൽക്കുന്നു എന്നൊരു വിചാരണയ്ക്കുള്ള അവസരമാണ് ഈ പെരുന്നാൾ സുദിനം എന്ന് പറയുന്നത്. എന്റെ രാഷ്ട്രീയ ജീവിതം ഈ തക്ബീറും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? അല്ലാഹുവാണ് ഏറ്റവും വലിയവനെന്ന് പറയുകയും പുറത്തേക്ക് ഇറങ്ങുമ്പോ അവിടെ എനിക്ക് പടച്ചവനൊന്നുമല്ല, എനിക്കിഷ്ടമുള്ള പാർട്ടിയാണ് എന്റെ വലുത്, അതാണ് എന്റെ പടച്ചവൻ എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളില്ലേ നമ്മുടെ കൂട്ടത്തിൽ? എന്റെ കുടുംബത്തിന്റെ താല്പര്യങ്ങളും അള്ളാഹുവിന്റെ താല്പര്യങ്ങളും മുമ്പിൽ വരുമ്പോ നമ്മൾ ഏതിനാണ് പരിഗണന കൊടുക്കാറുള്ളത്? ഇപ്പൊ എനിക്ക് വലുത് പടച്ചവനല്ല, എന്റെ കുടുംബത്തിന്റെ താല്പര്യങ്ങളാണ്, എന്റെ താല്പര്യങ്ങളാണ്. അങ്ങനെയാണോ നമ്മൾ ചിന്തിക്കാറുള്ളത്? നമ്മുടെ വ്യക്തിപരമായ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും അള്ളാഹുവിന്റെ താല്പര്യങ്ങളും
താല്പര്യങ്ങൾ മുമ്പിൽ വരുമ്പോ ഏതിനാണ് നമ്മൾ പരിഗണന കൊടുക്കാറുള്ളത്? ഇത്തരം ഒരു ചോദ്യത്തിന്, ഇത്തരം ഒരു വിചാരണയ്ക്ക് നമ്മളെ തന്നെ കണ്ടെത്തേണ്ടുന്ന ഒരു സമയമാണ് ഈ സമയം എന്ന് പറയുന്നത്. എന്റെ താല്പര്യങ്ങൾക്ക്, എന്റെ ആഗ്രഹങ്ങൾക്ക്, എന്റെ ഇഷ്ടങ്ങൾക്കെതിരിൽ അള്ളാഹുവിന്റെ ഇഷ്ടങ്ങളും അവന്റെ താല്പര്യങ്ങളും മാത്രമേ എന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ ഞാൻ സമ്മതിക്കൂ എന്നാണ് യഥാർത്ഥത്തിൽ നമ്മൾ തക്ബീറിലൂടെ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹു എന്നോട് എന്ത് പറഞ്ഞോ അതിൽ പിന്നെ ഒരു ചോയ്സ് ഇല്ല, ഒരു സെക്കൻഡ് ഓപ്ഷൻ ഇല്ല, തെരഞ്ഞെടുപ്പില്ല. കാരണം അവനാണ് എനിക്ക് ഏറ്റവും വലുത്. എന്റെ റബ്ബിനോട് എന്ത് തന്നെ കൽപ്പിച്ചാലും ലാഭവും നഷ്ടവും നോക്കാതെ, ലാഭവും നഷ്ടവും കണക്ക് കൂട്ടാതെ ഞാനത് ചെയ്തിരിക്കും. കാരണം എന്റെ റബ്ബാണ് എനിക്ക് ഏറ്റവും വലുത്. ഇതായിരിക്കണം പ്രിയമുള്ളവരെ നമ്മുടെ നിലപാട്. അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി, അള്ളാഹുവിന്റെ ഇഷ്ടം നേടാൻ വേണ്ടി എന്റെ ആഗ്രഹങ്ങളെ, എന്റെ ശീലങ്ങളെ, എന്റെ ചിന്തകളെ മാറ്റിപ്പണിയാൻ ഞാൻ തയ്യാറാണ് എന്ന് നമ്മൾ പ്രഖ്യാപിക്കണം. പ്രഖ്യാപിച്ചാൽ മാത്രം പോരാ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പോലെ ജീവിതത്തിലൂടെ അത് തെളിയിക്കണം. ഇതാണ് ബലിപെരുന്നാൾ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മഹാന്മാര് പറഞ്ഞതുപോലെ, അല്ലാമ ഇഖ്ബാൽ മഹാനായ കവി അദ്ദേഹം പറഞ്ഞല്ലോ, 2 തക്ബീറുകളുണ്ട് ലോകത്ത്. അൽഫാദു മആനി തഫാവുത് നഹി ലേകിൻ മുല്ലാക്കി അദാനോ മുജാഹിദിക്ക് അദാനോ. 2 തക്ബീറുകളുണ്ട് ലോകത്ത്. ഒന്ന് മുല്ലയുടെ തക്ബീറാണ്, മറ്റൊന്ന് മുജാഹിദിന്റെ തക്ബീറാണ്. ഇതിലേത് തക്ബീറാണ് നമ്മൾ മുഴക്കേണ്ടത്? എന്താ മുല്ലയുടെ തക്ബീറിന്റെ പ്രത്യേകത? അത് പള്ളിയിൽ നിന്ന് സമയാസമയമാകുമ്പോ നമസ്കാരത്തിന്റെ സമയമായിരിക്കുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് വിളിച്ചു പറയുന്ന തക്ബീർ വചനങ്ങളാണ്. ഒരുപക്ഷെ അവിടെ നിന്ന് അല്ലാഹു അക്ബർ എന്ന് പറയുന്ന ആ മുല്ലയുടെ ജീവിതത്തിൽ ഒരുപക്ഷെ അല്ലാഹ് ആയിരിക്കണം എന്നല്ല വലുത്. ചിലപ്പോൾ അങ്ങനെയാകാം. അതേസമയം ഒരു മുജാഹിദിന്റെ തക്ബീർ ഉണ്ട്. എന്താ മുജാഹിദിന്റെ തക്ബീർ? അല്ലാഹു അക്ബർ. എനിക്ക് എന്റെ കുടുംബത്തെക്കാൾ, ശരീരത്തെക്കാൾ, കച്ചവടത്തെക്കാൾ, ദുനിയാവിലെ എല്ലാത്തിനേക്കാളും അള്ളാഹുവാണ് വലുത് എന്ന് പറഞ്ഞിട്ട് അത് തെളിയിക്കാൻ വേണ്ടി യുദ്ധക്കളത്തിലേക്ക് എടുത്തു ചാടുന്ന മുജാഹിദ് ഉണ്ടല്ലോ, രക്തസാക്ഷി ഉണ്ടല്ലോ, യോദ്ധാവുണ്ടല്ലോ. ആ യോദ്ധാവിന്റെ തക്ബീറാണ് നിങ്ങൾ മുഴക്കേണ്ടത് എന്ന് അല്ലാമ ഇഖ്ബാൽ പറയുകയാണ്. നമ്മൾ ആലോചിക്കണം, നമ്മൾ ചോദിക്കണം നമ്മോട് കൂടി, നമ്മൾ പറയുന്ന തക്ബീർ ഏതാണ്? ഒരർത്ഥവുമില്ലാത്ത കേവലമായ തക്ബീറാണോ? അതല്ല ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ പര്യാപ്തമാക്കുന്ന മുജാഹിദിന്റെ തക്ബീറാണോ നമ്മൾ മുഴക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ടതാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. എന്താ വിശ്വാസികളുടെ പ്രത്യേകത? അവർ അല്ലാഹുവിനെ വല്ലാതെ സ്നേഹിക്കുന്നവരാണ്, വല്ലാതെ ഇഷ്ടപ്പെടുന്നവരാണ്. എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസി അവനവന്റെ കുടുംബത്തെ സ്നേഹിക്കും, അവന്റെ കൂട്ടുകാരെ സ്നേഹിക്കും, അവന്റെ കച്ചവടത്തെ സ്നേഹിക്കും, അവർക്ക് ദുനിയാവിനോട് സ്നേഹമുണ്ടാകും, എല്ലാം ഉണ്ടാകും. പക്ഷേ അതൊന്നും അള്ളാഹുവിനേക്കാൾ വലുതാവില്ല, അള്ളാഹുവിനേക്കാൾ പ്രിയപ്പെട്ടതാവില്ല എന്നാണ് ഈ പറയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ബലിപെരുന്നാൾ ഈദുൽ അദ്ഹ നമ്മോട് നൽകുന്ന ഒന്നാമത്തെ അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന, നെഞ്ചിൽ കൊത്തിവെക്കേണ്ടുന്ന ഒന്നാമത്തെ സന്ദേശം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ മുഴക്കിക്കൊണ്ടിരിക്കുന്ന തക്ബീറിനെ നിങ്ങളുടെ ജീവിതത്തിലൂടെ നടപ്പിലാക്കാൻ അള്ളാഹുവാണ് വലിയവൻ, അതിനപ്പുറം ഒന്നുമില്ലെന്ന് സ്വന്തം ജീവിതത്തിലൂടെ ഇബ്രാഹിമി കുടുംബത്തെ പോലെ തെളിയിക്കാൻ നിങ്ങൾ തയ്യാറാകണം എന്ന് തന്നെയാണ് ബലിപെരുന്നാൾ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്നാമത്തെ സന്ദേശം. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പ്രിയമുള്ളവരെ, നമുക്കറിയാം ദേശങ്ങളിൽ നിന്ന് ദേശങ്ങളിലേക്ക് ഒരുപാട് വർഷങ്ങൾ, ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചുറ്റി സഞ്ചരിച്ചത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? നാടുകറങ്ങാൻ വേണ്ടിയിട്ടല്ല, പിന്നെ തൗഹീദിന്റെ സംസ്ഥാപനത്തിന് വേണ്ടിയിട്ടായിരുന്നു. ആ കാലഘട്ടത്തിലെ തിന്മകൾക്കെതിരെ പോരാടാൻ വേണ്ടിയിട്ടായിരുന്നു. ആ തൗഹീദിന്റെ നിലനിൽപ്പിന്, അതിന്റെ വ്യാപനത്തിനും വേണ്ടി പണിയെടുക്കുക എന്ന് പറയുന്നത് ഇക്കാലഘട്ടത്തിലെ ആ ഇബ്രാഹിം പ്രവാചകന്റെ പിൻഗാമികളായിട്ടുള്ള നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതോടൊപ്പം കറകളഞ്ഞ തൗഹീദിന്റെ ആളുകളാവുക എന്നതും വളരെ പ്രധാനമാണ്. നമുക്കറിയാമല്ലോ, തൗഹീദിൽ വെള്ളം ചേരുകയും വെള്ളം ചേർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന പുരോഹിതന്മാർ സമുദായത്തിനകത്ത് വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഇവിടെ തൗഹീദിന്റെ ശബ്ദം ഉറക്കെ ഉറക്കെ പ്രഖ്യാപിക്കാൻ നമുക്ക് കഴിയണം. ഏതൊക്കെ തരത്തിൽ
ശിർക്കിനെ, അന്ധവിശ്വാസങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നവരുണ്ടോ അവർക്കെതിരെ വിരൽ ചൂണ്ടാൻ നിങ്ങൾക്ക് കഴിയണമെന്നതാണ് ബലിപെരുന്നാൾ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, പുതിയ തലമുറ മതനിരാസത്തിലേക്ക്, നിരീശ്വരവാദത്തിലേക്കുമൊക്കെ വളരെ വേഗം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിലാണ് ബലിപെരുന്നാൾ നമ്മോട് പറയുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രബോധനം ചെയ്ത തൗഹീദ് അതെന്താണ് എന്ന് വളരെ കൂടുതൽ വ്യക്തമായും സുതാര്യതയോടുകൂടിയും സമൂഹത്തിലേക്ക് ഇറങ്ങിയിട്ട് നിങ്ങൾ പറയേണ്ടുന്ന സമയമാണിത് എന്ന്. അതോടൊപ്പം തന്നെ സാമൂഹിക തിന്മകൾക്കെതിരെ വിരൽ ചൂണ്ടേണ്ട ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട്. അതും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് നൽകുന്ന പാഠമാണ്. നമ്മൾ ജീവിക്കുന്ന പുതിയ കാലഘട്ടത്തെ കുറിച്ചറിയാം. ലഹരി ഉൾപ്പെടെ ഒരുപാട് സാമൂഹിക തിന്മകൾ അധികരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരം സാമൂഹിക തിന്മകൾക്കെതിരെ സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ചുകൊണ്ട്, വിരൽ ചൂണ്ടിക്കൊണ്ട്, പോരാട്ടം പ്രഖ്യാപിച്ചുകൊണ്ട്, അതോടൊപ്പം യഥാർത്ഥ തൗഹീദിനെ ലോകത്ത് പ്രചരിപ്പിക്കാനും നിലനിർത്താനും ഉണ്ടാക്കിയെടുക്കാനും പണിയെടുക്കേണ്ടവരാണ് നിങ്ങൾ എന്ന വല്ലാത്തൊരു സന്ദേശം കൂടി ഈ ബലിപെരുന്നാളിലൂടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് നൽകുന്നുണ്ട്. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പ്രിയമുള്ളവർ, നമുക്കറിയാമല്ലോ, ഒരു പിതാവിന്റെ അഭാവത്തിൽ സ്വന്തം മകനെ ദൈവാനുസരണത്തിന്റെ വഴിയിലൂടെ വളർത്തിയ ഒരു മഹത്തായ പാരമ്പര്യം ഹാജറ എന്ന് പറയുന്ന ഉമ്മാക്കുണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. സഹോദരിമാർ പ്രത്യേകിച്ചും അത് കാണാതെ പോകരുത്. ഒരു പിതാവിന്റെ അഭാവത്തിൽ സ്വന്തം മകനെ ദൈവാനുസരണത്തിന്റെ വഴിയിലൂടെ കൃത്യമായി വളർത്തിയെടുത്ത, തർബിയത്ത് കൊടുത്തെടുത്ത ഒരു പാരമ്പര്യം ഹാജറ എന്ന് പറയുന്ന ഉമ്മാക്കുണ്ട്. നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. സ്വന്തം മകനെ അറുക്കാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ടുപോകുമ്പോ ആ മകൻ എത്രത്തോളം സപ്പോർട്ടാണ് ആ ഉപ്പാക്ക് കൊടുക്കുന്നത് എന്ന്. അറുക്കാൻ കൊണ്ടുപോകുന്ന വാപ്പയോട് മകൻ പറയുന്ന ചില വർത്തമാനങ്ങളുണ്ട്. ഉപ്പ, മുണ്ടൊന്ന് കയറ്റി കൊടുക്കണം കേട്ടോ, മുണ്ട് കയറ്റി കൊടുക്കണം ഉപ്പ. കാരണം ഉപ്പ എന്നെ അറക്കുമ്പോ ആ ചോരയെങ്ങാനും ഉപ്പാന്റെ വസ്ത്രത്തിലേക്ക് ധരിച്ചാൽ അത് കണ്ടാൽ ഉമ്മാക്ക് സഹിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഉപ്പ മുണ്ടൽപ്പം പൊക്കി കൊടുക്കണം, അതിലേക്ക് എന്നെ അറക്കുമ്പോ എന്റെ ചോര ധരിക്കാതിരിക്കാനാണ്. അതുപോലെ വാപ്പ കത്തിയൊന്ന് മൂർച്ച കൂട്ടണം കേട്ടോ. എന്തിനാണെന്നറിയോ? അഥവാ എന്നെ എന്നെക്കാൾ വലുത് അള്ളാഹുവാണ്, മകനേക്കാൾ വലുത് അള്ളാഹുവാണെന്ന് തെളിയിക്കാനാണല്ലോ വാപ്പ എന്നെ അറുക്കാൻ കൊണ്ടുവരുന്നത്. എന്റെ കഴുത്തിൽ കത്തി വെക്കുമ്പോ കത്തിക്കെങ്ങാനും മൂർച്ചയില്ലെങ്കിൽ ഞാൻ പിടയുന്നത് കാണുമ്പോ വാപ്പാന്റെ കയ്യും കാലും പതറാൻ പാടൂല. എന്റെ റബ്ബിന്റെ മുമ്പിൽ എന്റെ വാപ്പ തോറ്റുപോകാൻ പാടൂല. റബ്ബ് തന്നെയാണ് വലിയവനെന്ന് വാപ്പാക്ക് തെളിയിക്കാൻ കഴിയണം. അതുകൊണ്ട് വാപ്പ ആ കത്തി നല്ല മൂർച്ച കൂട്ടണം കേട്ടോ. തീർന്നില്ല, എന്റെ കൈകാലകളൊക്കെ ഒന്ന് പിടിച്ചു കെട്ടണം. എന്തിനാണെന്നറിയോ? വാപ്പ എന്നെ അറുക്കാൻ കത്തി വെക്കുമ്പോ ഞാൻ കുതിറിയോടാൻ പാടില്ല. അതുകൊണ്ട് എന്റെ കൈകാലകളൊക്കെ മുറുക്കി കെട്ടിയിട്ട് വേണം വാപ്പ എന്റെ കഴുത്തിൽ കത്തിവെക്കാൻ. നോക്കൂ പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, എങ്ങനെയാണ് ദൈവാനുസരണത്തിലേക്ക് തന്റെ വാപ്പയെപ്പോലും എത്തിക്കുന്ന വിധത്തിലേക്ക് ഒരു മകനെ ഒരു ഉമ്മ വളർത്തിയെടുത്തത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇത്രക്ക് നല്ല അനുസരണത്തിന്റെ പ്രതീകമായ ഒരു മകനെ വളർത്തിയെടുത്തതിൽ ആർക്കാണ് പങ്കുണ്ടായിരുന്നത്? ഒരു സംശയവുമില്ല, ഹാജറ എന്ന് പറയുന്ന ഉമ്മയ്ക്ക് തന്നെയായിരുന്നു. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന സഹോദരിമാർക്കെതിരെ പാഠമുണ്ട്. ഇതും തിരിച്ചറിയാൻ നമുക്ക് കഴിയണമെന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇസ്ലാമികമായ ഒരു സംസ്കാരം ഈ തലമുറയ്ക്ക്, മക്കൾക്ക് നൽകുന്നതിൽ, രൂപപ്പെടുത്തി കൊടുക്കുന്നതിൽ, സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതിൽ വാപ്പമാർക്കുള്ളത് പോലെ തന്നെ ഉമ്മമാർക്കും കൃത്യമായ പങ്കുണ്ടെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പ്രിയമുള്ളവരെ, നമുക്കറിയാം, തമ്മാടിത്തരങ്ങളും കൊടും ക്രൂരതകളും ചെയ്തിട്ട് ജയിലറകളിൽ തിന്ന് കുടിച്ച് കൊഴുത്ത് ഒരു വിഭാഗം അവിടെ ജീവിക്കുമ്പോ മറുഭാഗത്ത് നീതി നിഷേധത്തിനിരകളായ ഒരുപാട് മനുഷ്യ മക്കൾ ജയിലറകളിലുണ്ട്. അവരെ ഓർത്ത് വേദനിക്കുന്ന ഉമ്മമാരുണ്ട്, മക്കളുണ്ട്, കുടുംബങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ ഈ സമയത്ത് ഓർക്കണം. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, അവരെ നമ്മൾ ഓർക്കണം. അതോടൊപ്പം തന്നെ മുസ്ലിം ഉമ്മത്തിന്റെ ലോകത്തുള്ള ചിത്രം പരിശോധിക്കുമ്പോ സന്തോഷിക്കാനും ആഹ്ലാദിക്കാനുമുള്ള അവസരമല്ല നമുക്ക് മുമ്പിലുള്ളത്. വിശ്വാസികൾ സഹോദരങ്ങളാണെന്ന വാക്യം നമ്മൾ ഓർക്കണം. നമ്മളല്ലാതെ ആരാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളത്, അവരെ ഓർക്കാനുള്ളത്, അവരെ ചേർത്ത് നിർത്താനുള്ളത്? അതുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ ആഗോളതലത്തിലും മറ്റുമൊക്കെയുള്ള ആ മുസ്ലിം സഹോദരങ്ങളെ പ്രത്യേകിച്ചും ഓർക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെ കഴിയേണ്ടതുണ്ട്, സാധിക്കും.
പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഇസ്ലാമിന്റെ പ്രത്യേകത നമുക്കറിയാമല്ലോ. മനുഷ്യൻ മുഴുവൻ ഒന്നായി കാണുക എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ മാത്രം പ്രത്യേകതയാണ്. കുല്ലുക്കും ആദം ആദമു മിൻ തുറാബ്, നിങ്ങളെല്ലാം ആദമിൽ നിന്നാണ്, ആദമിന് മണ്ണിൽ നിന്നാണ്. ഈ മാനവിക സന്ദേശത്തിന്, സ്നേഹത്തിന് ഏറെ പ്രസക്തിയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ജാതിയുടെ, മതത്തിന്റെ, വർണ്ണത്തിന്റെ, ഭാഷയുടെയൊക്കെ പേരിൽ മനുഷ്യനെ വേർതിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ജാതീയമായ അധിക്ഷേപത്തിന്റെ പേരിൽ ജീവനുകൾ വരെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ലോകത്ത് അങ്ങനെയാണെങ്കിൽ സാക്ഷര കേരളം എന്ന് പറയുന്ന നമ്മുടെ കൊച്ചു കേരളത്തിലും ഇതിൽ പിറകിലല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഖുർആനിന്റെ കാഴ്ചപ്പാട് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വഖബാഇല ലിതആറഫു, നിങ്ങളെ വ്യത്യസ്ത ഗോത്രങ്ങളായി, രാജ്യക്കാരായി, മതക്കാരായി, ഭാഷക്കാരായി, വർണ്ണക്കാരായി ഒക്കെ തിരിച്ചതെന്തിനാണ്? അതിന്റെ പേരിൽ അഹങ്കരിക്കാനല്ല. പിന്നെ നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ഇന്ന നാട്ടുകാരൻ, ഇന്ന ജില്ലക്കാരൻ, ഇന്ന രാജ്യക്കാരൻ, ഇന്ന പ്രദേശത്തുകാരൻ, അങ്ങനെ പരസ്പരം നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങളെ മതക്കാരും രാജ്യക്കാരുമാക്കിയത്. അതിന്റെ പേരിൽ അഹങ്കരിക്കാനല്ല, താൻ പോരുമ നടിക്കാനല്ല, മറ്റുള്ളവരെ ചവിട്ടിത്താഴ്ത്താനല്ല. ഇത് ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. നമ്മൾ കേട്ടിരിക്കും, സമൂഹത്തിലെ ജാതി ചിന്തകൾക്കും അധികാരവർഗ മേധാവിത്വത്തിനുമെതിരെ ശക്തമായി പ്രതികരിക്കുന്ന ചില വരികൾ നിങ്ങൾ കേട്ടിരിക്കും. ഞങ്ങൾ തമ്പുരാക്കന്മാരാണ്, ഞങ്ങൾ തമ്പുരാക്കന്മാരുമാണ്, നിങ്ങൾ അടിമകളാണ്, ഞങ്ങൾ പറയുന്നത് കേൾക്കേണ്ടവരും അനുസരിക്കേണ്ടവരും ഞങ്ങൾക്ക് മുമ്പിൽ കൈകൂപ്പി നിൽക്കേണ്ടവരുമാണ് നിങ്ങൾ എന്നൊക്കെ പറയുന്ന ഒരു വിഭാഗത്തോട് പറയുന്ന ചില വർത്തമാനങ്ങൾ നിങ്ങൾ കേട്ടിട്ടില്ലേ? മഹാനായ കവി പി.എഫ്. മാത്യൂസ് എഴുതിയ ഭൂമി മലയാളം എന്നൊരു കവിതയുണ്ട്. അദ്ദേഹത്തിന്റെ ഹിപ്ഹോപ്പ് ഗാനമുണ്ട്. അതിന് ചില വരികളുണ്ട്. നമ്മളൊക്കെ പലപ്പോഴും വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വരികളിലൂടെ കേട്ടിട്ടുണ്ടാകും. ഞാൻ പാണനല്ല, പുലയനല്ല, നീ തമ്പുരാനുമല്ല. അത് വല്ലാത്തൊരു വർത്തമാനമാണ്. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണത്. തമ്പുരാക്കന്മാരോട് പറയുകയാണ്, ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ, വർണ്ണത്തിന്റെ പേരിൽ മനുഷ്യനെ തട്ടുകളായി വേർതിരിച്ചുകൊണ്ട് രണ്ടു തരത്തിൽ മനുഷ്യനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തോട്, ഒരു ഭരണകൂടത്തോട്, വ്യക്തികളോട്, ആരോടാവട്ടെ, അവരോട് പറയുന്ന ഒരു വർത്തമാനം എന്താ? ഞാൻ പാണനല്ല, ഞാൻ പുലയനല്ല, നീ തമ്പുരാനും ല്ല. അവിടെയും തീർന്നില്ല. കാലം മാറി, കോലം മാറി, കളിമാറി മോനെ, കഥയറിയാതെ നീ ആടല്ലേ എന്നാണ്. ഇതാണ് ഈ കാലഘട്ടത്തിലും നമുക്ക് പറയാനുള്ളത്. കാലമൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ജാതിയുടെ കുടിശ്ശതയിൽ നിന്നൊക്കെ ഇസ്ലാമിന്റെ വിശാലതയിലേക്ക് ആളുകൾ മനം മാറ്റം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കഥയറിയാതെ ഇനിയും ആടിക്കളിക്കാൻ ആരും തയ്യാറാവണ്ട. അത് ഭരണകൂടങ്ങളാണെങ്കിലും, സംഘടനാ നേതാക്കന്മാരാണെങ്കിലും, മത നേതാക്കന്മാരാണെങ്കിലും, ആരാണെങ്കിലും ശരി, ഇനിയും ജാതിയുടെ, മതത്തിന്റെ, വർണ്ണത്തിന്റെ, ഭാഷയുടെ പേരിൽ മനുഷ്യനെ തട്ടുകളാക്കി വേർതിരിക്കുന്ന സമ്പ്രദായങ്ങൾ അവസാനിപ്പിക്കണം. ഇതാണ് ബലിപെരുന്നാൾ നമ്മോട് നൽകുന്ന മറ്റൊരു സന്ദേശമാണത്. ആരും ആരെക്കാളും ഉന്നതരല്ല, മനുഷ്യരെല്ലാവരും തുല്യരാണ്. ഈ സന്ദേശത്തെ പ്രാവർത്തികമാക്കി അനുഭവിപ്പിക്കാൻ ഈ പെരുന്നാളിലൂടെ പ്രിയമുള്ളവരെ നമുക്ക് കഴിയണം, സാധിക്കണം. ഞാൻ പറഞ്ഞതുപോലെ സഹോദര സമുദായങ്ങൾക്ക് ആശംസ പറയുന്നതിലൂടെ അത് തുടങ്ങണം. നമ്മുടെ തീന്മേശയിലേക്ക് അവരുടെ സാന്നിധ്യം ഉറപ്പുവരുത്തിക്കൊണ്ടതിനെ ഊഷ്മളമാക്കണം. കഴിയുമെങ്കിൽ മാംസ വിതരണത്തിൽ കൂടി അവരെ പരിഗണിക്കാൻ കഴിയണം. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഷാഫി മദ്ഹബിന്റെ അഭിപ്രായത്തിൽ ബലിമാംസം അമുസ്ലിങ്ങളിൽ കൊടുക്കാൻ പാടില്ല എന്ന അഭിപ്രായമാണ്. അതുപോലെ സമയം ഹനഫി, മാലിക്കി പോലുള്ള മദ്ഹബുകൾക്കൊക്കെ കൊടുക്കുന്നതിന് പ്രശ്നമില്ല എന്ന അഭിപ്രായക്കാരുമുണ്ട്. എന്തായിരുന്നാലും നമ്മുടേതായ സൗഹാർദ്ദങ്ങളൊക്കെ നിലനിർത്താൻ വേണ്ടിയിട്ട് മാംസ വിതരണത്തിൽ കൂടി അവരെ പരിഗണിച്ചുകൊണ്ട് ഈ ഇതിനെ സൗന്ദര്യമുള്ളതാക്കി മാറ്റാൻ നമുക്ക് കഴിയണം, സാധിക്കണം. ഒരിക്കലൊരു സന്യാസി ചോദിക്കുന്നുണ്ട്, എപ്പോഴാണ് പ്രഭാതമാവുക എന്ന്. എപ്പോഴാ പ്രഭാതമാവുക, എപ്പോഴാ നേരം വിളിക്കുക? അപ്പൊ ശിഷ്യന്മാര് മറുപടി കൊടുത്തു, ഞാനിങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആളുകളൊക്കെ എന്നെ കാണാൻ മനസ്സിലാകുമ്പോ, ഒരു മരം നോക്കുമ്പോൾ അത് മരമാണ് എന്ന് കാണാൻ തുടങ്ങുമ്പോ, മനസ്സിലാകുമ്പോ പ്രഭാതമായെന്ന് ഞാൻ മനസ്സിലാക്കും. എന്ന് പറഞ്ഞാൽ സാധനങ്ങളെ കാണുമ്പോ അത് ഇന്നതാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ പ്രഭാതമായെന്ന് ഞാൻ മനസ്സിലാക്കുന്ന. അപ്പൊ ഒരു സന്യാസി തിരിച്ചു പറഞ്ഞ മറുപടി, അല്ല, അതല്ല, നിനക്ക് നിന്റെ മനുഷ്യനായ സഹോദരനെ മനുഷ്യനായിട്ട് എപ്പോഴാണോ കാണാൻ കഴിയുന്നത് അപ്പോഴാണ് നിനക്ക് പ്രഭാതമാവുക എന്ന്. അത് വല്ലാത്തൊരു വർത്തമാനമാണ്. പ്രിയമുള്ളവരെ, ഇനിയും നേരം വെളുക്കാത്ത, മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയാത്ത, ജാതിയുടെയും മതത്തിന്റെയും പേരിൽ മനുഷ്യനെ വേർതിരിക്കുന്ന ഇരുകാലി മൃഗങ്ങളുള്ള കാലഘട്ടത്തിൽ ഇനിയും നിതിൻ രാജകുമാർ ആവർത്തിച്ചു കൊണ്ടിരിക്കും. അത്തരം ആത്മഹത്യകൾ ഇനിയും പെരുകിക്കൊണ്ടിരിക്കും.
ചോദിക്കും. ഇതൊക്കെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് മനുഷ്യരായി കാണാൻ കഴിയുക, അവരെ ചേർത്ത് നിർത്താൻ ശ്രമിക്കുക. തൊട്ടിട്ടവനും കുരിശ് വരച്ചവനും തൊപ്പി വച്ചവനും ഒക്കെ പരസ്പരം ബഹുമാനിക്കുന്ന, പരസ്പരം സ്നേഹിക്കുന്ന, പരസ്പരം പങ്കുവെക്കുന്ന ഒരവസ്ഥ നമ്മുടെ രാജ്യത്തുണ്ടാകണം. അതിന് ഇത്തരം ദിനങ്ങൾ പ്രചോദനമേകേണ്ടതുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, പെരുന്നാൾ എന്ന് പറയുന്നത് ആഘോഷിക്കാനുള്ളതാണ്. പറയാനുള്ളത്, ഈ ദിവസവും കുടുംബത്തിനകത്ത് മസിൽ പിടിച്ച് ഗൗരവക്കാരായിട്ട് ഇരിക്കാൻ പാടില്ല. വീട് അത് സ്നേഹാലയമാകണം, ശാന്തി നിറഞ്ഞതാകണം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാൾ ദിനങ്ങളിൽ ആയിഷ പോലുള്ള തന്റെ ഭാര്യമാരോടൊക്കെ ഓട്ടമത്സരങ്ങളിൽ പങ്കെടുത്തിരുന്നു എന്നൊക്കെ ചരിത്രം പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയും. അപ്പോ ഈ പെരുന്നാൾ സുദിനങ്ങളിൽ ഒരല്പം റിലാക്സ് ആയിട്ട് തന്നെ നമ്മൾ ഇതിനെ കാണാനും ഉപയോഗപ്പെടുത്താനൊക്കെ നമുക്ക് കഴിയണം. സാധ്യമാകുമെങ്കിൽ കുട്ടികളോടൊപ്പം യാത്രയൊക്കെ ചെയ്യണം, കുടുംബ സന്ദർശനങ്ങളൊക്കെ നടക്കണം. എല്ലാം അല്ലാഹു അനുവദിച്ച പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ആ അർത്ഥത്തിൽ കൂടി ഇതിനെ കാണാനും മനസ്സിലാക്കാനും ഒക്കെ കഴിയണമെന്ന് കൂടി സൂചിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ നമ്മുടെ ആത്മീയത എന്ന് പറയുന്നത് മനുഷ്യ സ്നേഹവും പങ്കുവെക്കലും കൂടി ചേർന്നതാണ് നമ്മുടെ ആത്മീയത എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഈ ബലിപെരുന്നാളിന് ശേഷമുള്ള 3 ദിവസങ്ങളെ കുറിച്ച് പറയാറുള്ളത് അയ്യാമത്ത് തശ്രീഖ്. അതിന്റെ അർത്ഥം ഈ മാംസം ഉണക്കി വെക്കുന്ന ദിവസങ്ങളല്ല. റസൂലിന്റെ കാലത്ത് പെരുന്നാൾ കഴിഞ്ഞാൽ അടുത്ത 3 ദിവസം, അന്ന് ഫ്രിഡ്ജും സൗകര്യങ്ങളൊന്നുമില്ലല്ലോ, ഈ മാംസങ്ങൾ ഇങ്ങനെ ഉണക്കി റെഡിയാക്കി എടുത്തു വെക്കുമായിരുന്നു എന്നാണ്. ഇന്ന് വേണമെങ്കിൽ ഇറച്ചികളൊക്കെ ഫ്രീസറിൽ വെക്കുന്ന ദിവസം നമുക്ക് നമ്മളെ കുറിച്ച് പറയാൻ പറ്റും. എന്നാൽ ഒരിക്കൽ ഒരു ഹജ്ജ് മാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരെയും വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന് നിങ്ങളാരും, ഇത്തവണ നിങ്ങളാരും ഈ മാംസം ഉണക്കി എടുത്ത് നിങ്ങൾ വെക്കരുത്. അതെല്ലാവരും ഇങ്ങോട്ട് പള്ളിയിലേക്ക് കൊണ്ടുവരണം. എന്നിട്ട് എന്ത് ചെയ്യണം? മുദർ ഗോത്രം പട്ടിണിയിലാണ്. ആരാ മുദർ ഗോത്രം എന്നറിയോ? ഉഹുദ് യുദ്ധത്തിൽ അല്ലാഹുവിന്റെ റസൂലിനെ വല്ലാതെ പ്രയാസപ്പെടുത്തിയ ഗോത്രമാണ്. ആ ഗോത്രത്തിന് വേണ്ടി റസൂൽ അതൊക്കെ അങ്ങ് വിതരണം ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ ബലിമാംസം നമ്മുടെയൊക്കെ രീതി എന്താണെന്നറിയോ? കിട്ടിയത് തന്നെ ഇങ്ങനെ ഫ്രീസറിൽ കയറ്റി 2-3 ആഴ്ചക്ക് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അതൊക്കെ തിരുത്തണം സഹോദരന്മാരെ. കിട്ടാത്ത ആളുകൾ അവർക്കൊക്കെ അങ്ങോട്ട് എത്തിക്കാനും ആവശ്യക്കാരെ കണ്ടെത്തി കൊടുക്കാനൊക്കെ നമ്മൾ ശ്രമിക്കണമെന്ന് കൂടി സൂചിപ്പിക്കുകയാണ്. അവസാനിപ്പിച്ചുകൊണ്ട് പറയാനുള്ളത്, ബലി പെരുന്നാൾ അതിന്റെ പ്രത്യേകത ബലിയാണ്. നമുക്കറിയാമല്ലോ, ബലിയാണ് ബലി പെരുന്നാളിന്റെ പ്രത്യേകത. അത് നിർവഹിക്കാൻ ഭാഗ്യം ലഭിച്ചവർ വളരെ കുറവാണ്. അതിന് തയ്യാറായവരിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. പക്ഷെ അതേസമയം ഞാൻ നിങ്ങളുമൊക്കെ ഈ പെരുന്നാൾ സുദിനം ഈ പള്ളിക്കകത്ത് നിന്ന് പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് നമ്മൾ ഓരോരുത്തരും ബലിയെറുക്കണം. അതേതിനെയാണ്? നമ്മൾ മേടിച്ച് കെട്ടി നിർത്തിയിരിക്കുന്ന നാൽക്കാലികളെയല്ല, പിന്നെ നമ്മുടെ മനസ്സിനകത്ത് നൃത്തം ചവിട്ടിക്കൊണ്ടിരിക്കുന്ന അസൂയയുടെ, വിദ്വേഷത്തിന്റെ, വെറുപ്പിന്റെ, പെരുമയുടെ, അഹങ്കാരത്തിന്റെ, പൊങ്ങച്ചത്തിന്റെ, അകൽച്ചയുടെ, അങ്ങനെ ഉണ്ടല്ലോ, ഇങ്ങനെ കുറെ കാളക്കൂറ്റന്മാർ നമ്മുടെ മനസ്സിനകത്ത് ഇങ്ങനെ നൃത്തം ചവിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ കാളക്കൂറ്റന്മാരുടെ കഴുത്തിൽ കത്തിവെക്കാൻ നമുക്ക് കഴിയണം. ബലിമൃഗത്തെ അറുത്ത് അതിന്റെ ജീവൻ നഷ്ടപ്പെടുന്നതോടുകൂടി നമ്മുടെ മനസ്സിൽ കൂടുകൂട്ടിയിരിക്കുന്ന വിദ്വേഷത്തിന്റെയും അകൽച്ചയുടെയും അഹങ്കാരത്തിന്റെയും താൻപോരിവയുടെയും അങ്ങനെ എന്തൊക്കെയുണ്ടോ അതിന്റെയൊക്കെ ജീവൻ നഷ്ടപ്പെടണം. ബലിമൃഗത്തിന്റെ കഴുത്തിൽ നിന്ന് രക്തം വാർന്നൊഴുകി പോകുമ്പോ നമ്മുടെ മനസ്സിലെ സകല പൈശാചികതയുടെയും അംശങ്ങൾ ഒലിച്ചു പോകണം. അതോടൊപ്പം തന്നെ നമ്മുടെ വിശ്വാസത്തെ നശിപ്പിക്കുന്ന, മുസ്ലിമായി ജീവിക്കുന്നതിൽ നിന്ന് നമ്മളെ തടയുന്ന, ദൈവാനുസരണത്തിൽ നിന്ന് നമ്മളെ തട്ടിക്കളയുന്ന എന്തെല്ലാം ആഗ്രഹങ്ങളും പൂതികളും നമ്മുടെ മനസ്സിലുണ്ടോ അതിനെയൊക്കെ ബലിയെടുക്കാൻ നമുക്ക് കഴിയണം, സാധിക്കണം. അങ്ങനെ ഇവിടെ നിന്ന് വിരിഞ്ഞു പോകുമ്പോ മനസ്സിലുള്ള വെറുപ്പുകളെ അറുത്തുമാറ്റി കെട്ടിപ്പിടിച്ച് സ്നേഹം പങ്കിട്ട് നല്ലൊരു നിഷ്കളങ്ക മനസ്സുമായി, പകയില്ലാത്ത, വെറുപ്പില്ലാത്ത, വിദ്വേഷമില്ലാത്ത, അകൽച്ചയില്ലാത്ത നല്ലൊരു സ്നേഹത്തിന്റെ നിഷ്കളങ്ക മനസ്സുമായി ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. ഒരു കാര്യം കൂടി അവസാനിപ്പിച്ചുകൊണ്ട് പറയട്ടെ, പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ഒരുപക്ഷെ പുത്തൻ വസ്ത്രം ധരിച്ചുകൊണ്ട് വന്നിരിക്കുന്നവരാണ്. ആഘോഷവേളകളിലും നമ്മൾ മറക്കാൻ പാടാത്തൊരു കാര്യമുണ്ട്. അത് പരലോകത്തെ കുറിച്ചുള്ള ചിന്തയാണ്. നമ്മുടെ ജീവിതത്തിന് ഒരു വെല്ലും ബ്രേക്കും ഇട്ടുതരുന്നത് ആ പരലോക ബോധമാണ്. അതുകൊണ്ട് നമ്മൾ ഓർക്കണം, നമ്മൾ ആഘോഷിക്കാൻ വേണ്ടി വസ്ത്രം മേടിച്ച അതേ കടയിൽ നമ്മളെ കെട്ടിപ്പതിന് കൊണ്ടുപോകാനുള്ള
കഫൻ തുണിയും നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. ഈ ബോധവും ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം. ഇല്ലെങ്കിൽ ജീവിതത്തിൽ കൺട്രോളുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും, പടച്ചിറപ്പിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കും, ഇബ്രാഹിം നബിയുടെ പാതയിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കും. പറയുന്നത് തക്ബീറാണെങ്കിലും അല്ലാഹു അക്ബർ പറയുന്നുണ്ടെങ്കിലും അത് ജീവിതത്തിൽ സാക്ഷാത്കരിക്കാൻ പറ്റാതെ പോകും. മറ്റു പലതും വലുതായിട്ട് വരും. അങ്ങനെയൊക്കെ ആകാതിരിക്കണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മരണത്തെക്കുറിച്ച് ഓർത്തുകൊണ്ടേയിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് ആ തിരിച്ചുപോക്കിനെ കുറിച്ച് ഓർത്തുകൊണ്ടേയിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല അർത്ഥത്തിൽ എങ്ങനെയാണോ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത് ആ അർത്ഥത്തിൽ ഈ ഈദിനെ കാണാനും ആഘോഷിക്കാനും ഉപയോഗപ്പെടുത്താനും പടച്ചിറപ്പ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ചിറപ്പെ, ലോകത്തിന്റെ പല ഭാഗത്തും പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, വിഷമങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, വേദനകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സഹോദര സഹോദരിമാരെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അവരുടെ പ്രയാസങ്ങൾ നീ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. റഹ്മാനായ നാഥ, ഞങ്ങളുടെ കൂടെയില്ലാത്ത സഹോദര സഹോദരിമാർ അവരെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ജീവിക്കാൻ വേണ്ടി, ജീവിതത്തിന്റെ രണ്ടറ്റങ്ങളും മുട്ടിക്കാൻ വേണ്ടി പല നാടുകളിലും പണിക്ക് പോയി ജോലിക്ക് പോയി ഒരുപാട് പ്രവാസികളായ ആളുകൾ ഞങ്ങളുടെ കുടുംബങ്ങളിലുണ്ട്. അവരിൽ പലരും ഇന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ ഇവിടെയില്ല. പടച്ചിറപ്പേ, അവരെ നീ അനുഗ്രഹിക്കണേ അല്ല. അവർക്ക് നീ മനസ്സിന് സമാധാനവും ആശ്വാസവും കൊടുക്കണേ അല്ല. ഈ സമയത്തും ആശുപത്രി കിടക്കുകളിൽ രോഗത്തോട് മല്ലിട്ട് കഴിയുന്നവരുണ്ട്. അവരുടെ രോഗങ്ങളൊക്കെയും നീ ശിഫയാക്കി കൊടുക്കണേ റബ്ബേ. പടച്ചവനെ, ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ നാഥ. നിന്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഈ ഇരുത്തം ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ തമ്പുരാനെ. റഹ്മാനായ നാഥ, ലോകത്ത് ശാന്തിയും സമാധാനവും നീ നിലനിർത്തി തരണേ തമ്പുരാനെ. ഞങ്ങളുടെ മക്കളെ ദുനിയാവിലും പരലോകത്തും കൺകുളിർമ കിട്ടുന്ന മക്കളാക്കി വളർത്തി തരണേ തമ്പുരാനെ. ജീവിതം ഹൈറാകുന്ന കാലത്തോളം ഈമാനോടെ ജീവിച്ച് മരണം ഹൈറാകുമ്പോ ഈമാനോടെ മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ തമ്പുരാനെ. റഹ്മാനായ നാഥ, ലോകത്തിന്റെ പല ഭാഗത്തും നിനക്ക് വേണ്ടി നിന്റെ ദീനിന്റെ മാർഗത്തിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന, തൗഹീദിന് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ, അവർക്ക് നീ ഈമാനും തഖ്വയും ഇസ്തിഖാമത്തും കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് നീ ജന്നാത്തുൽ ഫിർദൗസ് നൽകണേ തമ്പുരാനെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും കൊടുക്കണേ തമ്പുരാനെ. പടച്ചറബ്ബേ, ഞങ്ങൾ മനുഷ്യരാണ്. താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങളെ കൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ തമ്പുരാനെ. പടച്ചവനെ, റഹ്മാനായ നാഥ, താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങൾ ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാ. എല്ലാ തരത്തിലുള്ള മാരകമായ രോഗങ്ങളിൽ നിന്ന്, മാറാരോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ നാഥ. ഈ ഒരുമിച്ച് കൂടെ സ്വീകരിക്കണേ നാഥ. നീ തന്നെയാണ് ജീവിതത്തിൽ ഏറ്റവും വലുത് എന്ന് ജീവിതത്തിലൂടെ തെളിയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെയും കുടുംബത്തെയും നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. റബ്ബനാ അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്